ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഈ ഒരു ഡ്രസ് കോഡായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 4 ഫ്രോക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്നും എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തിട്ടുണ്ട്, അധികം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് വെളിച്ചമൊക്കെ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ ടൈമിലാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. അതിൻ്റെ മുമ്പായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം കറണ്ട് പോണ പ്രശ്നമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് അധികം ക്ലിയർ ആയിട്ടില്ല. ബാക്കിയുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഫ്രോക്കാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിൽക്കിൻ്റെ നെറ്റിലാണ് കേട്ടോ. സിൽക്കിൻ്റെ നെറ്റിലെ വർക്ക് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് 1.25 മീറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് അത് 2 മീറ്ററാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സിൽക്കിൻ്റെ നെറ്റ് അത് 3 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് 1 മീറ്ററാണ് ഉള്ളൂ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റിഫ് നെറ്റ് അതും 1 മീറ്ററാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ കോട്ടൻ്റെ ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ട് നമുക്ക് വേണ്ടത് 10.5 ആണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ലെങ്ത്തും കൂടെ കൂട്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാൻ 11 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ച് തന്നെയാണ്. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ്. ആമ ഹോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചും ആണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല വിഡ്ത്തിൽ തന്നെയാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 7.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ 2 ഇഞ്ച് സ്റ്റിച്ചിങ് ലെങ്ത് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതും 7.5 തന്നെയാണ്. അതിൽ നമ്മൾ 1.5 ആണ് സ്റ്റിച്ചിങ് ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. അതിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാർട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ടിൽ സിബ് വെക്കണോണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതിൽ കാണിക്കണ പോലെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. 1/2 ഇഞ്ച് കറക്റ്റാണോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരുപോലെ തന്നെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ സിബൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാം. 1/2 ഇഞ്ചാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഞാൻ 1/2 ഇഞ്ചാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ 1 മീറ്ററാണ് കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തു. ഇനി ബാക്കി വന്ന പീസ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് താഴ് ഭാഗത്തേക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് വെച്ച് അതിൻ്റെ മേലെ സ്റ്റിഫ് നെറ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസ് നമുക്ക് അതിനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കോട്ടനാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു കട്ട് ചെയ്തെടുത്ത കോട്ടൻ്റെ മെറ്റീരിയൽ എന്ത് ചെയ്യുക, നമ്മൾ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ക്രേപ്പിൻ്റെ ലൈനിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് യോക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു കര വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ മടക്കിയെടുക്കുക കേട്ടോ. ആ വീതി ഭാഗം ഒരുമിച്ച് വെച്ച് മടക്കിയെടുത്താൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് വിടുത്ത് ഇതിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഫ്രില്ല് ഇട്ടെടുക്കാനും പറ്റും. അതുപോലെ എന്ത് ചെയ്യും, വേസ്റ്റ് പീസൊന്നും നമുക്ക് വരില്ല കേട്ടോ. ഞാനിതിൽ മടക്കുന്ന രീതി നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു രീതിക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് മാർക്ക് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 17 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റിച്ചിങ് ലെങ്ത്തും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ആ ഒരു 17 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു മാർക്ക് ചെയ്തതിലൂടെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രൈപ്പിൻ്റെ ലൈനിങ് മടക്കിയെടുക്കുന്ന രീതി ഞാൻ കാണിച്ചിരുന്നല്ലോ. ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു സിൽക്കിൻ്റെ നെറ്റും മടക്കിയെടുക്കുന്നത്. വീതി ഭാഗം വരുന്നില്ല, ആ ഒരു വീതി ഭാഗം ഒപ്പം വെച്ചിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 17 ഇഞ്ച് തന്നെയാണ് ഞാൻ ഇതിലും മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് ഒരു പോലത്തെ 2 പീസ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 3 മീറ്റർ മെറ്റീരിയൽ നമ്മൾ വീതി ഭാഗം ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യണുണ്ട്, 17 ഇഞ്ചിൻ്റെ 2 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യോക്ക് പാർട്ടിന് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി പീസ് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് 15 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റിഫ് നെറ്റും കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കോട്ടൺ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ കറക്റ്റായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതും നമ്മൾ സെയിം ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു 15 ഇഞ്ച് ഇതിലും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വർക്ക് നെറ്റും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ വന്ന ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പീസ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചല്ലോ കോട്ടൻ്റെ ലൈനിങ്, ആ ഒരു ലൈനിങ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് സ്ലീവാണ്. നമ്മൾ ആദ്യം കോട്ടണിൽ ആമഹോൾ മാർക്ക് ചെയ്തെടുത്തിരുന്നല്ലോ, അത് ഈ ഒരു രീതിക്ക് വെച്ചിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അത് ഏകദേശം നമ്മൾ ടേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു 4 ഇഞ്ചാണ് കേട്ടോ വരിക. 4 ഇഞ്ചാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യുക, ഒരു 4 ഇഞ്ച് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ലീവിൻ്റെ റൗണ്ടായിട്ട് എൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നത് 5 ഇഞ്ചാണ്. അതിൽ നിന്നൊരു 1 ഇഞ്ചും കൂടെ സ്റ്റിച്ചിങ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചാണ്. ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് എത്രയാണോ സ്ലീവ് വേണ്ടത് അതിൻ്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലും വിടുത്തിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രില്ലിട്ടിട്ടാണ് കേട്ടോ കൊടുക്കണം. ഞാൻ അതിൽ കാണിക്കണ പോലെ ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലൈനിങ് പീസ് ഉണ്ടല്ലോ അത് മെയിൻ പീസിൻ്റെ മുകളിലായിട്ട് വെക്കുക. ഇത് ഞാൻ ഈ ഒരു മെയിൻ പീസ് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വിടുത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫ്രില്ല് അങ്ങനെ പഫ് സ്ലീവായിട്ടാണല്ലോ
കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഇങ്ങനത്തെ 2 പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പീസ് വെച്ച് ഒന്ന് ഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് പഫായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഫ്രോക്കിൻ്റെ ബാക്കിലായിട്ട് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 5 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഇപ്പം നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെയിൻ പീസും അതുപോലെ തന്നെ ലൈനിങ് പീസും കൂടെ ഒരുമിച്ച് വെക്കുക കേട്ടോ. ഒരുമിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ, നല്ല വശം, ആ ഒരു നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് വെക്കുക. ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ് ആട്ടോ വെച്ചിട്ടുള്ളത്. ആദ്യം ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്ലീവ് വെക്കണോണ്ട് തന്നെ ഞാൻ ആ ഒരു പാർട്ടൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് ഇപ്പം നമ്മൾ നല്ല ഭാഗത്തല്ലേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്ക് വശത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറിച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ബാക്ക് പാർട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം 2ആയിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ സിബ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒരുവിധം ആൾക്കൊക്കെ അറിയണതാണ്. നമ്മൾ നോർമലായിട്ട് ചെയ്തെടുക്കണ പോലെ തന്നെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കിൻ്റെ മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ പീസും അതുപോലെ തന്നെ കോട്ടൻ്റെ പീസുമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കട്ട് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു 2 ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് അടിച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് സിബും കൂടെ വെച്ചതിന് ശേഷമാണ് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗമൊന്നും നമ്മൾ വീഡിയോ എടുത്തതിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ടൈമിലാട്ടോ ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഷോൾഡറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷോൾഡറും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ആ ഒരു ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു മെയിൻ പീസ് ഫ്രില്ലിട്ടിട്ട് ആ ഒരു ലെങ്ത്തിലാക്കി എടുക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലാണ് നമ്മൾ ആ ഒരു മെയിൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഫ്രില്ലാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് അതിൻ്റെ മുകളിലായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ളൊരു പീസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫ്രില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലൈനിങ് പീസ് ഉണ്ടല്ലോ സ്ലീവിൻ്റെ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം. അതിൻ്റെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തതിൻ്റെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 2 ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപോലെ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടെടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഈ ഒരു രീതിക്കാണ് കിട്ടുക. ഇനി നമുക്ക് ആ ഒരു ബാക്കി വന്ന പീസൊക്കെ ഉണ്ടല്ലോ, ബാക്കി വരുന്ന പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആം ഹോളിന് ആ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ബാക്കി പീസ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുക. 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് കൊണ്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ മറിച്ചിട്ടെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ ഡ്രസ്സിൽ വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പം ഞാൻ രണ്ട് സൈഡിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനി എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഷേപ്പും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി പഫായിട്ട് നിൽക്കും കേട്ടോ സ്ലീവ്. ഇപ്പോൾ യോക്ക് പാർട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൽ എങ്ങനെ ലൈനിങ് വെച്ച് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റിഫ് നെറ്റും കോട്ടനും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. എന്നാൽ നമുക്ക് മക്കൾക്ക് കുത്തണ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും മുകളിലായിട്ടും അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ഫുള്ളായിട്ട്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഫ്രില്ല് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിഫ് നെറ്റും കോട്ടനും പിടിപ്പിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിൽക്കിൻ്റെ നെറ്റ് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട്. ആ ഒരു ഭാഗം ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഞാൻ ഫ്രില്ലിട്ട് അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടി തന്നെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇനി ലൈനിങ് പിടിപ്പിക്കണം. ലൈനിങ് ആദ്യം നമ്മൾ പിടിപ്പിക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആട്ടോ ആദ്യം നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റിഫ് നെറ്റും അതുപോലെ കോട്ടനും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടെ ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രില്ലിട്ട് എടുക്കുക തന്നെയാണ് ഞാൻ ചെയ്യണത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കേട്ടോ. ഫ്രണ്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രില്ലിട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് കൂടെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മറിച്ചിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു വള്ളി ഉണ്ടല്ലോ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തേ, ആ ഒരു വള്ളിയും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു കോട്ടൻ്റെ ലൈനിങ്ങും സ്റ്റിഫ് നെറ്റും കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കോട്ടൻ്റെ ലൈനിങ് താഴെയായിട്ടും സ്റ്റിഫ് നെറ്റ് മുകളിലായിട്ടും വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ കോട്ടൻ്റെ ലൈനിങ് മുകളിലായിട്ടും സ്റ്റിഫ് നെറ്റ് താഴെയായിട്ടും വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു സൈഡ് മാത്രമല്ലേ സ്റ്റിച്ച് ചെയ്താൽ, മറ്റേ സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഷേപ്പ് മാത്രമാണ് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ലൈനിങ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ. ഇപ്പം നമ്മുടെ ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, താഴ്ഭാഗം കൂടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ സിൽക്കിൻ്റെ നെറ്റും നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ മടക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്. ഞാനിതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബോ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാക്കിൽ ബോ കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ 4 ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു 4 ഫ്രോക്ക് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.